പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നിറയെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തോടെ കർത്താവിൻ്റെ മഹത്വം കൊടുക്കുന്നു. ഈ നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധന കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. മറ്റാർക്കുമില്ലാത്ത ചില പ്രതിസന്ധികൾ നമ്മുടെ ലൈഫിൽ വരുന്നുണ്ടോ? ചുറ്റുപാടിലേക്ക് കണ്ണോടിക്കുമ്പോൾ എങ്ങനെ വേണേലും മറ്റു പലരും ജീവിക്കുന്നുണ്ട്. എത്ര അഹങ്കാരികളായിട്ട് ജീവിച്ചിട്ടും, എന്തൊക്കെ ചെയ്തിട്ടും, എന്തൊക്കെ പറഞ്ഞിട്ടും അവർക്ക് നല്ല അനുഗ്രഹമുണ്ട്, അവർക്ക് വിടുതലുണ്ട്, അവർക്ക് നന്മയുണ്ട് എന്നൊരു ചോദ്യവും ചിന്തയും നമ്മുടെ ഉള്ളിലില്ലേ? എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ എങ്ങനെയെങ്കിലും പരമാർത്ഥതയോടെയും വിശ്വസ്തയോടെയും ജീവിക്കണമെന്നൊക്കെ ആഗ്രഹവും അതിനുവേണ്ടി തീരുമാനങ്ങളും പ്രാർത്ഥനയും ഉപവാസവും കണ്ണുനീരും കരച്ചിലും ഒക്കെയുള്ള നമ്മൾ നിരന്തരം കഷ്ടതയും നിരന്തരം വേദനയും നിരന്തരം ക്ഷീണങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ടാകും. കർത്താവിന് താങ്കളോട് സംസാരിക്കാൻ ഒരു വചനമുണ്ട്. 11-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ ആദ്യത്തെ സെന്റൻസ് ഇങ്ങനെ പറയുന്നു: യഹോവ നീതിമാനെ ശോധന ചെയ്യും. യഹോവ നീതിമാനെ ശോധന ചെയ്യും. ജീവിതത്തിൽ അടിക്കടി ശോധനകളും പരിശോധനകളും പരീക്ഷകളും വരുന്നുണ്ടെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പുറത്തു കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കും. ബൈബിൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, അഗ്നി പരിശോധനയിലൂടെ പോയൊരു ദൈവ മനുഷ്യനുണ്ട്, യോബ്. നിരവധി പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും 1-2 ഭാഗങ്ങൾ പറഞ്ഞ് മുൻപോട്ട് പോകാം. ദൈവം പോലും സാക്ഷ്യം പറഞ്ഞൊരു മനുഷ്യനാണ്. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ദോഷം വിട്ടകലുന്നവൻ, എൻ്റെ ദാസനായ യോബ് എന്ന് പറഞ്ഞു. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ യോബിൻ്റെ തലമുറകൾ നഷ്ടപ്പെടുന്നു, സ്വത്തുകൾ നഷ്ടപ്പെടുന്നു, തൻ്റെ ശരീരം അഴുകാൻ തുടങ്ങി, ശരീരത്തിന് രോഗാവസ്ഥകൾ കയറി, ആടുമാടുകൾ നഷ്ടപ്പെട്ടു, തൻ്റെ വീട്ടിലുള്ളവർ പഴി പറയാൻ തുടങ്ങി, കൂടെ നിൽക്കേണ്ടുന്ന ഭാര്യ കുറ്റം പറയാൻ തുടങ്ങി. എന്ന് വേണ്ട, ഓരോ പ്രശ്നങ്ങൾ അടിക്കടി ഉയർന്നു. ചോദ്യമുണ്ട് യോബിന്: എന്താ ദൈവമേ എന്നോടിങ്ങനെ? ചോദ്യമുണ്ട് യോബിന്. പാപം ചെയ്താലും ഇല്ലെങ്കിലും യാഗം കഴിക്കുന്നൊരു സ്വഭാവക്കാരനാണ് ഞാൻ, എങ്കിലും എന്നോടെന്തേ ഇങ്ങനെ? മറ്റു പലരും ദുഷിക്കുന്ന നിലയിലും മറ്റു പലരും പരിഹസിക്കുന്ന നിലയിലും എൻ്റെ അവസ്ഥകൾ മാറിയത് കണ്ടില്ലേ? ഒരു സമയം മുഴുവനും ദൈവം സൈലൻ്റായി. ഒരു സമയം മുഴുവനും ദൈവം യോബിനോട് മിണ്ടാതിരിക്കുക. എൻ്റെ ചിന്തയിൽ പറഞ്ഞാൽ യോബിന് വന്ന കഷ്ടതയും ശോധനയും കണ്ടിട്ട് കർത്താവ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ കുഞ്ഞിൻ്റെ പ്രതികരണം എങ്ങനെയാണ്? എൻ്റെ കുഞ്ഞിൻ്റെ പ്രതികരണം തിരിച്ചെങ്ങനെയാണ്? ദൈവത്തിനൊരു ഉറപ്പുണ്ട്. യോബിന് പരീക്ഷ കൊടുത്തപ്പോൾ, ശോധന കൊടുത്തപ്പോൾ ദൈവത്തെ വിട്ടിട്ട് പോകത്തില്ലെന്ന് വലിയൊരു ഉറപ്പുണ്ട് ദൈവത്തിന്. നാം ആദ്യം ചോദിച്ച ചോദ്യമില്ലേ, മറ്റു പലരും എന്തും കാണിച്ചിട്ടും, എത്ര അഹങ്കാരത്തിൽ സംസാരിച്ചിട്ടും ജീവിച്ചിട്ടും, എന്തൊക്കെ കാണിച്ചിട്ടും അവർക്കില്ലാത്തൊരു ശോധന, അവർക്കില്ലാത്ത ഒരു വേദന, അവർക്കില്ലാത്ത ഒരു പരീക്ഷ എൻ്റെ ജീവിതത്തിൽ എന്തേ എന്ന് നമ്മൾ ചോദിച്ചില്ലേ? അർത്ഥം, അതിന് മറുപടി, ദൈവത്തോട് താങ്കൾ മറന്നു നിൽക്കത്തില്ലെന്നും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് താങ്കൾ പോകത്തില്ലെന്നും ദൈവത്തിന് ഒന്ന് ഉറപ്പുണ്ട്. 2, യോബിന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നന്മകളല്ല ദൈവം യോബിൻ്റെ ലൈഫിൽ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. യോബ് ഇപ്പോൾ 10 മക്കളുണ്ട്, 500 കാളയുണ്ട്,
സ്തോത്രം എന്ന് വേണ്ട സമ്പത്തുകളുടെ ഒരു കവിഞ്ഞൊഴുക്കുണ്ട്. എന്നാൽ ദൈവത്തിന്റെ കണ്ണിലൂടെ നോക്കിയപ്പോൾ യോബേ, എൻ്റെ കുഞ്ഞെ, നീ അനുഭവിക്കേണ്ടതും നിനക്ക് വരേണ്ട നന്മകൾ ഇതൊന്നുമല്ല, ഇതിലും ഇരട്ടിയാണ് നീ അനുഭവിക്കേണ്ട നന്മകൾ. പ്രിയമുള്ളവരെ, ചില ശോധനയുടെ പിന്നിൽ നാം ഇപ്പോൾ അനുഭവിക്കുന്നില്ല, ഇപ്പോൾ കിട്ടിയ ചെറിയ തോതിലുള്ള നന്മയോ ചെറിയ തോതിലുള്ള അനുഗ്രഹങ്ങളോ അല്ല, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു സർവസമ്പന്നനായ മഹാധനവാനായ പുരാതന സമ്പത്തുള്ള ദൈവം ഭൗതികമായും ആത്മീകമായും നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ഉദ്ദേശമാണ് ചില ശോധനകൾ. ദൈവത്തിന്റെ ആഗ്രഹമാണ് നമ്മുടെ മേൽ പകരപ്പെടേണ്ട നന്മകൾ ഇനിയുമുണ്ട്. അതിന് ശോധനയിലൂടെ, അഗ്നി പരീക്ഷണത്തിലൂടെ കടത്തിവിട്ടെങ്കിൽ മാത്രമേ ആ നന്മകളിലേക്ക് ചെന്നെത്തത്തുള്ളൂ. അതുകൊണ്ട് ചില ചോദ്യങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ ഇപ്പോൾ മൗനതയായിരിക്കാം, ചില ചോദ്യങ്ങൾക്ക് ഇപ്പോൾ ദൈവം മിണ്ടുന്നില്ലായിരിക്കാം, പക്ഷേ മറുപടിയുണ്ട്. അധികം മാന്യതയോടും നന്മയോടും അനുഗ്രഹിക്കാനുള്ള ദൈവിക പദ്ധതികൾ ദൈവം ആവിഷ്കരിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ, ശോധന എന്തിനാന്നല്ല, ഈ ശോധന തന്നതിന് നന്ദി, എന്നെ മാന്യപാത്രമാക്കാൻ ദൈവത്തിന് ആഗ്രഹമുണ്ടല്ലോ. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.